അപ്പൊ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, കഴിഞ്ഞുപോയ മഹാന്മാരുടെ പാത പിമ്പറ്റി ജീവിക്കലാണ് നമ്മുടെ കടമ. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഹദീസിലും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതന്നെ മുൻഗാമികളുടെ പാത. അപ്പോ മുൻഗാമികളുടെ പാത എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പലതും പറയാനുണ്ട്. അതാണ് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം. പരിശുദ്ധ ദീനിന് ശരിയായ അടിസ്ഥാനമുണ്ട്. എന്തെങ്കിലും തോന്നിവാസം വിളമ്പലല്ല. നാം ചെയ്യുന്ന ആരാധനകൾ, ഇബാദത്തുകൾ, നമ്മുടെ സക്കാത്ത്, നമ്മുടെ അനന്തരാവകാശം, കച്ചവടങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി കിടക്കുകയാണ്. അതിനെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കലാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം. അതുപോലെ മറ്റൊരു വിഷയം, മറ്റൊരു കാര്യം, മറ്റൊരു ഗ്രന്ഥം, മഹാന്മാരെ മറികടക്കുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ ഇവിടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള പ്രഗൽഭരായ ഫിഖ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അവരൊക്കെ ഉണ്ടാക്കി വെച്ച കിതാബുകൾ മറിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് വലിയ അത്ഭുതം തോന്നും. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ അത് കൈകാര്യം ചെയ്തത്. അതവിടെ അങ്ങനെയല്ല വേണ്ടത്, അത് തെറ്റിപ്പോയി എന്ന് നാളെ ഇതുവരെ ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതെന്തുകൊണ്ട്? ഒരു വലിയ അടിത്തറയാണ് നമ്മുടെ അടിത്തറ, ഇസ്ലാമിന്റെ പാരമ്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതെന്താ? അനിത്തബിഇ മില്ലത ഇബ്രാഹീമ ഹനീഫ. അനിത്തബിഇ, നബിയെ തങ്ങൾ പിന്തുടരണം. ആരെ? മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ, 3000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ, അല്ലെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനോട് തങ്ങൾ പിൻപറ്റണം എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മഹാന്മാരായ മഹത്തുക്കളായ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവര് കാണിച്ചു തന്നതാണ് യഥാർത്ഥ മതം, അതാണ് ദീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മുടെ മതത്തിലേക്ക്, അതായത് അതും ഇതും ഒരേ മതം തന്നെയാണ്, ഈ മില്ലത്തിലേക്ക് പകർത്തപ്പെട്ടിരിക്കുകയാണ്. സുന്നത്ത് കർമ്മം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് അതില്ല. ആദം നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം ഒന്നും സുന്നത്ത് ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബിയാണ് ആദ്യമായി ലോകത്ത് സുന്നത്ത് ചെയ്ത ആൾ. ആ സുന്നത്ത് കർമ്മം നമ്മുടെ മില്ലത്തിൽ വന്നു. അല്ലാഹു തആല പറഞ്ഞു, അനിത്തബിഇ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു, ആ സുന്നത്ത് ചേലാകർമ്മം ചെയ്യുക വഴി ഒരുപാട് രോഗാണുക്കൾക്ക്, നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയ രോഗാണുക്കളെ നശിപ്പിക്കാൻ, അതില്ലായ്മ ചെയ്യാൻ ഈ സുന്നത്ത് ചെയ്യൽ കൊണ്ട് സാധിക്കുന്നു. ചേലാകർമ്മം ചെയ്യലാണ് ആരോഗ്യകരം. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയല്ല. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലുണ്ടായ സുന്നത്തുകളാണ് നാം ഇന്ന് പകർത്തിയിരിക്കുന്നത്. പലതും അവരെ കാണിച്ചു തന്ന ആ മാതൃക പിൻപറ്റാനാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ സ്വഹാബാക്കളും അവരെങ്ങനെയാണ് പരിശുദ്ധ ദീൻ ഇവിടെ നടത്തിയത്, അവരെങ്ങനെയാണ് ഇവിടെ പ്രവർത്തിച്ചത്,
അവരെങ്ങനെയാണ് ഇബാദത്തെടുത്തത്, അവരെങ്ങനെയാണ് നിസ്കരിച്ചത്, അവരെങ്ങനെയാണ് നോമ്പ് നോറ്റത്, അവരെങ്ങനെയാണ് ജുമുഅ നടത്തിയത്, അവര് എങ്ങനെയാണ് സക്കാത്ത് കൊടുത്തത്, അവര് എങ്ങനെയാണ് അനന്തരാവകാശ സ്വത്ത് കൈകാര്യം ചെയ്തത്, വളരെ വ്യക്തമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ. ഇസ്ലാമിന്റെ അനന്തരാവകാശ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കണം, എത്ര മഹത്തരമാണത്. അതിനെപ്പറ്റി ചിന്തിച്ചാൽ ഇൽമുൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്തിന്റെ ഓഹരി വെക്കുന്ന നിയമങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത് ഇൽമുൽ ഫറായിദാണ്. അവസാന കാലം വരുമ്പോ ഫറായിദ് അറിയുന്ന ആളുകൾ ഉണ്ടാവൂല. ഉസ്താദുമാരോട് ചോദിക്കണം ഫറായിദ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചൊക്കെ, പക്ഷേ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ വലിയ ആഴത്തിലേക്ക് ഇറങ്ങിയാലാണ് മനസ്സിലാകുന്നത്. രണ്ട് സ്ത്രീകൾക്കുള്ള അവകാശം ഒരു പുരുഷനിക്കാണ്. രണ്ട് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഓഹരി ഒരു പുരുഷനിക്ക് കൊടുക്കണം. അതായത് പുരുഷന്റെ നേരെ പകുതിയാണ് സ്ത്രീകൾക്ക്. ഇതൊക്കെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അവിടെ ആണും പെണ്ണും ഒരുപോലെയല്ലേ, അപ്പൊ മക്കളെല്ലാം ഒരുപോലെയല്ലേ, അപ്പൊ വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വത്ത് ഓഹരി വെക്കുമ്പോ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒരുപോലെ ഓഹരി വെക്കണ്ടേ എന്ന് ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട്. അത് വിവരക്കേടാണ്. പകുതി കൊടുത്താൽ മതി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരു പെണ്ണിനിക്കുള്ള എല്ലാ അവകാശങ്ങളും അവളുടെ ഭർത്താവിന്റെ കയ്യിലാണ്. അവളെ ദൈനംദിന ചെലവ്, അവളുടെ രോഗത്തിനുള്ള ചികിത്സ, അവളുടെ വസ്ത്രം, അവളുടെ പാർപ്പിടം സകലം ഭർത്താവിന്റെ പരിധിയിലാണ്. പിന്നെ ഈ പകുതി എന്തിനാണ് അവൾക്ക്? അതന്നെ അധികമാണ്. പകുതി തന്നെ അധികമാണ്. എന്നിട്ടും അവളെ നമ്മൾ എന്താക്കിയില്ല, അവളെ അവഗണിച്ചില്ല, പെണ്ണുങ്ങളെ അവഗണിച്ചില്ല. അല്ലാഹു തആല പറഞ്ഞു, രണ്ട് സ്ത്രീകൾക്കുള്ള അവകാശമാണ് ഒരു പുരുഷനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ നേരെ പകുതിയാണ് ഒരു സ്ത്രീക്ക് ലഭിക്കുക എന്ന്. ഇത് ഇൽമുൽ ഫറായിദിലേക്ക് കടന്നാൽ 6-1, 8-1, 4-1 കൊടുക്കുന്ന ഓഹരി വെച്ച് കൊടുക്കുന്നതിന്റെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് വലിയ ബുദ്ധി വേണം, അതിന് വലിയ ബുദ്ധി വേണം, വലിയ അറിവ് വേണം, വലിയ പാണ്ഡിത്യം വേണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഖിയാമത്ത് നാളാകുമ്പോ ആദ്യമായി ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഇൽമുൽ ഫറായിദാണ്. ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുന്ന നിയമങ്ങൾ. അതറിയുന്ന ആളുകൾ കുറവാണ്. അതിന് വലിയ വലിയ ഖാദിമാര് വേണം. അതൊക്കെ അറിയാൻ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളെ ഖാദിമാരാക്കുള്ളൂ. ഇന്ന് കിട്ടിയനെല്ലാം പിടിച്ച് ഖാദിയാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഖാദിന്റെ വില തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്താണ് ഖാദി? ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. ഖാദി എന്ന് പറഞ്ഞാൽ ആരാ? താടിയും തലയെക്കിട്ടുള്ളവനൊക്കെ പിടിച്ച് ഖാദിയാക്കാൻ പറ്റുമോ? ഇൽമു വേണ്ടേ? നല്ലോണം ഇൽമു വേണ്ടേ? ഇവിടെ ഒരു അനന്തരാവകാശ സ്വത്തിന്റെ ഒരു മസല വന്നാൽ അത് വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യാനുള്ള അറിവ് അവനിക്ക് വേണ്ടേ? അങ്ങനെയുള്ള ആളുകളല്ലേ ഖാദിയാക്കേണ്ടത്. അപ്പൊ അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാര് അന്ന് എഴുതി വെച്ച കർമ്മശാസ്ത്രം, അത് ഫറായിദാവട്ടെ അല്ലാത്തതാവട്ടെ, അത് എത്ര കൃത്യമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നാളിന്ന് വരെ ആയിട്ട് അതിനെതിരെ ശബ്ദിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരുത്താനോ ഇവിടെ ആവശ്യമുണ്ടായിട്ടില്ല. സാധ്യമല്ല, അത് ആരെക്കൊണ്ടും അത് സാധ്യമല്ല. അതാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ വിചാരിക്കും നമ്മളെത്ര അറിവും കഴിവൊന്നും മുൻഗാമികൾക്ക് ഉണ്ടാവൂല. നമ്മുടെ അത്ര അറിവും കഴിവൊന്നും മുൻഗാമികൾക്ക് ഉണ്ടാവൂല എന്ന് നമ്മൾ വിചാരം. നമ്മൾക്ക് അറിവേ ഇല്ല, നമ്മൾ ജാഹിലീങ്ങളാണ്. യഥാർത്ഥ അറിവുള്ള ആളുകളാണ് മുൻഗാമികളായ ആളുകൾ. യഥാർത്ഥ അറിവുള്ള ആളുകളാണ് മുൻഗാമികളായ ആളുകൾ.
അതാണ് മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്റെ ശേഷം ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ജീവിക്കുകയാണെങ്കിൽ അവൻ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ കാണും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെ കണ്ടാൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്റെ സുന്നത്ത് എന്ന് പറയാൻ അവിടെ നിർത്തിയില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അത് പറഞ്ഞത്. അവര് ദീനിൽ മായം ചേർക്കൂല, അവര് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അവര് ശരിക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോറൽ സംഭവിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്തുകൾ വളരെ വ്യക്തമായും കൃത്യമായും കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് നബി തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മഹാന്മാർ പരിശുദ്ധ ഇസ്ലാമിന്റെ നബി തങ്ങളുടെ ശേഷം ഇസ്ലാമിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് വളരെ വ്യക്തവും കൃത്യമായും ഇവിടെ കൈകാര്യം ചെയ്ത ആൾക്കാരാണ്. അവരെ സുന്നത്തും കൂടി നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോ അതിലെന്തോ ഉണ്ട്. വെറുതെ പറയില്ലല്ലോ, അത് വെറുതെ പറയില്ലല്ലോ. ആ ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതല്ലേ അതിന്റെ അർത്ഥം. അവരാവശ്യമില്ലാത്തത് പറയില്ല, ആവശ്യമില്ലാത്ത ചെയ്യില്ല. അവര് ദീനിൽ ചേർത്തവരല്ല, ചേർക്കാൻ ആർക്കും അധികാരമില്ല. അവരൊന്നും വെട്ടിച്ചുരുക്കിയവരല്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഇസ്ലാമിന്റെ അധികാരം ഏറ്റെടുത്തപ്പോ, ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി. എല്ലാവരും ഐക്യകണ്ഠേന സമ്മതിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അമീറാക്കണം, ഖലീഫയാക്കണം. ആരും ചോദ്യം ചെയ്തില്ല. സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയാക്കിയത്. അദ്ദേഹം ആളുകളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി പ്രഗൽഭരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ചലനങ്ങളും അനക്കങ്ങളും അടക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ ജീവിതത്തിൽ പകർത്തിവെച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് മഹാന്മാർ അവിടെയുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ആ മിമ്പറിൽ കയറിയിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു നയപ്രസംഗം നടത്തി. ആദ്യത്തെ നയപ്രസംഗം ഖലീഫയായതിനു ശേഷം എല്ലാവരും അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. ഞങ്ങൾ ഖലീഫയായി തങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ബൈഅത്ത് ചെയ്തതിന് ശേഷം മഹാനവറുകളുടെ ഒരു പ്രസംഗം, നയപ്രസംഗം ഉണ്ടായി ദീർഘനേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം. എന്നിട്ട് അവസാനം അദ്ദേഹം ആ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയാദർശങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്നും എന്റെ മുൻഗാമിയായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ
ആശയാദർശങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു അണുവളവ് ഈ സാധുവായ ഉമർ വ്യതിചലിച്ചാൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യും സ്വഹാബാക്കളെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര സീരിയസ് ആയ ചോദ്യമാണ്. നബിത്തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ചലിച്ചതിൽ നിന്ന് വ്യത്യാസമായി എവിടെയെങ്കിലും ഒരു അണുവളവ്, ഒരു ചെറിയൊരു അണുവളവ് അതിന് കോട്ടം സംഭവിച്ചാൽ, ഈ സാധുവായ എന്റെ വക്കെന്ന് കോട്ടം സംഭവിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയാൽ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ എന്ത് ചെയ്യും സ്വഹാബാക്കളെ? ചോദ്യതാണ്. ഭരിക്കാൻ ധൈര്യം കിട്ടണം. ഇത് അള്ളാഹിന്റെ ദീനാണ്. ഒരു പഞ്ചായത്തിന്റെ ഭരണമല്ല, മുനിസിപ്പാലിറ്റി ഭരണമല്ല, സംസ്ഥാന ഭരണമല്ല, രാജ്യത്തിന്റെ ഭരണമല്ല, ഇസ്ലാമിന്റെ ഭരണമാണ്. അള്ളാഹു ചോദ്യം ചെയ്യുന്നുള്ള പരിപൂർണ ബോധമുണ്ട്, പേടിയുണ്ട്. എല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷമാണ് ചോദിക്കുന്നത്. നബിയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പ്രവർത്തിച്ചതുപോലെ അല്ലാതെ അതിന് അളവ് ഈ സാധുവായ ഉമറിൽ നിന്ന് ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസോ സംഭവിച്ചാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഈ സദസ്സ് നിശബ്ദം. ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? ഇദാ സലക ഉമർ ഫീ ത്വരീഖിൻ സലക ശൈത്താൻ ഫീ ത്വരീഖിൻ ആഖർ ശഫീഉനാ റസൂലുള്ളാഹി. ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റേ വഴിയിൽ പ്രവേശിക്കും. നമ്മളെ പറ്റി എന്താ പറഞ്ഞത്? ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. മനുഷ്യന്റെ ചോര നടക്കുന്ന എല്ലാ രക്തനാടികളിൽ കൂടിയും ഇബ്ലീസിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ എല്ലാ രക്തനാടികളിൽ കൂടി ഇബ്ലീസിന് സഞ്ചരിക്കാൻ കഴിയുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിക്ക് ഇബ്ലീസ് ഉണ്ടാവൂല എന്നർത്ഥം. അത്രയും പേടിയാണ്. ഇബ്ലീസിന് പോലും പേടിയാണ്, ആളുകൾക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിനെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞതൊരിക്കല് ഇന്ത്യ രാജ്യത്ത് ആവശ്യമുള്ളത് മക്കയിലെ ഉമറിന്റെ ഭരണമാണ്. മക്കയിലെ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ആവശ്യമുള്ളത്. വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം പഠിച്ചു പറഞ്ഞതാണ്. ഉമറിനെ പഠിച്ചിട്ട് പറഞ്ഞതാണ്. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഞാൻ വല്ല നിലക്കും വ്യതിചലിച്ചു പോയാൽ മാ അൻതും ബിഫാഇലിയ, നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന് സദസ്സിൽ നിന്ന് ആർക്കും മുണ്ടാൻ ധൈര്യമില്ല. പക്ഷേ ആ തിങ്ങി നിറഞ്ഞ നൂറുകണക്കായ ആയിരക്കണക്കായ ആളുകളുടെ പിൻഭാഗത്തിൽ നിന്ന് ബേക്കിൽ നിന്ന് ഒരു വാള് അദ്ദേഹത്തിന്റെ അരയിൽ തൂക്കിയ വറയിൽ നിന്ന് ഊരിപ്പിടിച്ച് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഉമറേ, എന്താ നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്ന് ആവർത്തിക്കുമോ? നിങ്ങൾ എന്താ ചോദിച്ചത് ഒന്ന് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ആവർത്തിച്ചു. മുത്തുനബി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പ്രവർത്തിച്ച് കാണിച്ച് തന്നതല്ലാതെ അതിന് ഒരു അളവ് എന്റെ വക്കെന്ന് വ്യത്യാസം വന്നു പോയാൽ മാ അൻതും ബിവാഇലിയ, എന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ സാധുവായ സ്കെലറ്റായ ആ സദസ്സിന്റെ പിന്നിലുള്ള മനുഷ്യൻ ആ വാളിങ്ങനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ അബൂബക്കർ തങ്ങളും പ്രവർത്തിച്ച് കാണിച്ച് തന്ന രൂപത്തിൽ ആ പാതയിലല്ലാതെ തങ്ങളെങ്ങാനും നിങ്ങൾ വ്യതിചലിച്ചു പോയാൽ ഈ വാളുകൊണ്ട് നിങ്ങളെ പെരടി ഞാൻ വെട്ടുമോ? ആർക്ക് സാധിക്കും പറയാ? നിങ്ങളെ പെരടി വെട്ടുന്ന പറഞ്ഞത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അയാളെ പോയിട്ട് കൊല്ലുകയോ അല്ല, അടിക്കുകയോ അല്ല, ചൂടാകുകയോ അല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരാളെങ്കിലും എനിക്ക് നീ തന്നല്ലോ. ഞാൻ തെറ്റിപ്പോകുമ്പോ അൽഹംദുലില്ലാഹില്ലദീ
ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുഖീമുനി ഇദാ വജജ്തു. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, മൻ യുഖീമുനി ഇദാ വജജ്തു. ഞാൻ വളഞ്ഞു പോയാൽ എന്നെ നേരെയാക്കാൻ. എന്ത് പറഞ്ഞത്? ഞാൻ വളഞ്ഞു പോയാൽ എന്നെ നേരെയാക്കാൻ ഒരാളെങ്കിലും ഈ ഉമ്മത്തിൽ തന്ന അല്ലാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞിട്ട് ഭരണം ഏറ്റെടുത്ത ആളാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്, ഇത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെയുള്ള ഉമർ ദീനിൽ വല്ലതും കടത്തിക്കൂട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുമെന്ന് തോന്നുന്നുണ്ടോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ കുറെ ആളുകൾ മുർത്തദ്ദായി. നഊദുബില്ലാ. കുറെ ആളുകൾ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അല്ലാഹു കാക്കട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സക്കാത്ത് ഒരുമിച്ച് കൂട്ടുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ട്, ഉണ്ടായിരുന്നു. അത് ഭരണാധികാരി വാങ്ങിയിട്ട് വിതരണം ചെയ്യണം. സക്കാത്ത് കമ്മിറ്റിയല്ല, അങ്ങനത്തെ ഒരു കമ്മിറ്റി ഇസ്ലാമിലില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സക്കാത്ത് വാങ്ങാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചപ്പോ ചില ആളുകൾ കൊടുത്തില്ല, സക്കാത്ത് കൊടുത്തില്ല. അവര് പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുത്ഹിറുഹും വതുസക്കീഹിം എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനാണ് അവർക്ക് തെളിവ്. ഇവരെന്താ പറഞ്ഞത്? അല്ലാഹു നബി തങ്ങളോടാണ് പറഞ്ഞത്, നീ സക്കാത്ത് വാങ്ങിക്കൊടുക്ക്, അത് കഴിഞ്ഞു, ഇനി നിങ്ങളൊന്നും അതിന്റെ അവകാശികളല്ല എന്നാണ് ആളുകൾ പറഞ്ഞത്. ചില ആളുകൾ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, നീ വാങ്ങിക്കൊടുക്കണമെന്നല്ലേ അല്ല പറഞ്ഞത്. അതുകൊണ്ട് തങ്ങൾ വഫാത്തായില്ലേ, ഇനി നിങ്ങൾക്ക് ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലൈഹി. നിങ്ങൾ തരുന്ന സക്കാത്തിന്റെ അന്ന് സക്കാത്ത് കാര്യമായിട്ടുള്ളത് ആടുമാട് ഒട്ടകങ്ങൾക്കാണ്. ആടുമാട് ഒട്ടകങ്ങളെ സക്കാത്തിന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ടുവരുമ്പോ അതിന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന കയറുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങൾ ആടുകളും ഒട്ടകങ്ങളും സക്കാത്തിന് കൊണ്ടുവരുമ്പോ അതിന്റെ കഴുത്തിൽ ഒരു ചെറിയ കയറ് പിടിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ, ആ കയറിന്റെ കഷ്ണമെങ്ങാനും നിങ്ങൾ തന്നില്ലെങ്കിൽ ആട് പോട്ടെ, സക്കാത്തിന്റെ മുതല് പോട്ടെ, ആ കയറ് തരൂല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ്. ദീനിന്റെ അടിസ്ഥാനം മനസ്സിലാക്കണം. എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞവരല്ല നമ്മുടെ സ്വഹാബത്ത്. ഒരു കഷ്ണം കയറ് അത് തരൂല നീ പറഞ്ഞു നോക്ക്, സിദ്ദീഖുൽ അക്ബറിനോട് നിന്നെ കൊന്നു കളയും. ലഖാതൽതുഹും അലയ്യ, അതിന്റെ പേരിൽ ലഖാതൽതുഹും അലൈഹി, അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ എങ്ങനെ സക്കാത്ത് കൊടുത്തിരുന്നോ അതേപോലെ എന്റെ കാലത്തും നിങ്ങൾ സക്കാത്ത് ഇവിടെ തരണം. അതെനിക്ക് തിന്നാനല്ല, ഈ സമുദായത്തിലുള്ള പാവങ്ങളുടെ അവകാശമാണത്. പണക്കാരന്റെ ഔദാര്യമല്ല സക്കാത്ത്. പണക്കാരൻ അവനിക്ക് മാത്രം തിന്നാനും അവനിക്കും അവന്റെ കുടുംബത്തിനും തിന്നാൻ വേണ്ടിയല്ല അല്ലാഹു മുതൽ കൊടുത്തത്. ഓനെ പരീക്ഷിക്കാണ്. ആ നാട്ടിലുള്ള സാധുക്കളായ ഫഖീർ മിസ്കീന്മാരുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കലാണ്. അത് അവരുടെ അവകാശമാണ്. ഒരു നാട്ടിലുള്ള ധനാഢ്യൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഭരണം ഇസ്ലാമിന്റെ ഭരണമല്ല എങ്കിൽ ആ നാട്ടിലുള്ള സാധുക്കൾക്ക് സംഘടിച്ചിട്ട് അവന്റെ പക്കന്ന് പോയിട്ട് പിടിച്ചു വാങ്ങാൻ അധികാരമുണ്ട്. ഇസ്ലാം പറയുന്നു പിടിച്ചു വാങ്ങാം. നമ്മുടെ നാട്ടിലൊരു പണക്കാരനുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ നാട്ടിലുള്ള സാധുക്കളായ അവകാശികൾ എല്ലാവരും സംഘടിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് പോയിട്ട് പിടിച്ചു വാങ്ങാം. അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് ഞങ്ങളുടേതാണെന്ന് പറയാം, ഞങ്ങൾക്ക് ഷെയർ ഉള്ളതാണെന്ന് പറയാം. നിന്റെ മുതലിൽ ഞങ്ങൾക്ക് ഷെയർ ഉണ്ട്, നീ അത് കൊടുക്കാതെ നിന്റെ മുതൽ നിന്റെ മക്കൾക്ക് തീറ്റിയാൽ അത് ഹറാമിന്റെ മുതലാണ്. അത് ആ മുതൽ കൊണ്ട് നീ വേറെ വല്ലതും ചെയ്താൽ അത് ഹറാമ് കലർന്നതാണ്. നിനക്കത് ക്ലിയർ ആയി കിട്ടണമെങ്കിൽ ആ സക്കാത്ത് നീ മാറ്റിവെക്കണം. ഇതാണ് പരിശുദ്ധ ദീൻ. അപ്പോ മുൻഗാമികളുടെ പാത എന്ന് പറയുമ്പോ ഒരുപാട് പറയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്.
അങ്ങനെ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഇവിടെ കൽപ്പിച്ചത് പറഞ്ഞത് അതനുസരിച്ച് ഒരു വള്ളിക്ക് വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു. ഒരൊറ്റ ഉദാഹരണം കൂടി, എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്. ഞാൻ ഉസ്താദിനെ വയത് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ തീരെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ, നമ്മളെ നാടല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഉദ്ഘാടനമാക്കിയിട്ട് പോകാൻ വന്നതാണ്. ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഹജ്ജിന് പോയി. ആളുകളൊക്കെ ഒന്നിച്ചു പോവല്ലോ, ഖലീഫന്റെ കൂടെ, അമീറിന്റെ കൂടെ ഹജ്ജിന് പോയി. മിനായിൽ വെച്ചിട്ട് അദ്ദേഹം ളുഹർ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. ഖലീഫയാണല്ലോ ഇമാം വയ്ക്കുന്നത്. റസൂൽ ഉണ്ടാകുമ്പോൾ റസൂൽ വയ്ക്കും. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉണ്ടാകുമ്പോൾ മൂപ്പര്, ഉമർ റളിയല്ലാഹു അൻഹു മൂപ്പര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂപ്പര് ഇമാം. മിനായിൽ വെച്ചിട്ട് ളുഹർ നിസ്കരിച്ചു. എത്ര റക്അത്ത്? 4 റക്അത്ത് നിസ്കരിച്ചു. ളുഹർ നിസ്കരിച്ചു എത്ര മനസ്സിലാക്കണം നിങ്ങൾ? 4 റക്അത്ത് നിസ്കരിച്ചു. സലാം വീട്ടിയ ഉടനെ ആളുകൾ ചൂടായില്ലേ? നിങ്ങൾ ചിന്തിക്കും ളുഹർ 4 തന്നെയല്ലേ, പിന്നെന്തും ചൂടാന്ന്. അതിൽ വേറൊരു സംഗതിയുണ്ട്. ളുഹർ 4 തന്നെയാണ്. അത് നമ്മൾക്ക് ഹജ്ജിന് പോയാൽ അവർ മദീനയിൽ നിന്ന് പോയ യാത്രക്കാരാണ്. അപ്പൊ യാത്രക്കാരാവുമ്പോ അവിടെ യാത്ര മുറിയുന്നില്ല. അതുകൊണ്ട് അവർ ഖസ്റും ജമ്മു ആക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതല്ല, ഹനഫി മദ്ഹബ് പ്രകാരം ഹജ്ജിന്റെ അമലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നുസുക്കിൽപ്പെട്ടതാണ് ഖസ്റും ജമ്മു. ഹജ്ജിന്റെ ഒരു ഭാഗമാണ് ഖസ്റും ജമ്മു. ഹജ്ജിന്റെ അമലുകൾ കഴിയുന്നത് വരെ ഖസ്റും ജമ്മു ആക്കണം. മിനായിലുള്ള നിസ്കാരങ്ങളും മുസ്ദലിഫയിലുള്ള നിസ്കാരവും ഒക്കെ ഖസ്റും ജമ്മു ആക്കി നിസ്കരിക്കണം എന്നാണ്. അപ്പൊ ളുഹർ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടതെന്ന് അർത്ഥം. ഖസ്റാക്കി നിസ്കരിക്കും. യാത്രക്കാരനിക്ക് 4 റക്അത്തുള്ള ളുഹറിനെ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കാം. 130 കിലോമീറ്റർ യാത്രയുണ്ടെങ്കിൽ. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ നിസ്കരിച്ചില്ല ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂലേ? ആവും. നിസ്കാരം സ്വീകരിക്കും. എന്തെങ്കിലും കുറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കുറ്റവും ഇല്ലാത്ത ഒരു അനുവദനീയമായ കാര്യം ആര് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്തോ അങ്ങനെ സംഭവിച്ചു പോയി. 4 റക്അത്ത് നിസ്കരിക്കേണ്ട 2 റക്അത്ത് നിസ്കരിക്കേണ്ട സ്ഥാനത്ത് 4 റക്അത്ത്, അതായത് ളുഹറിനെ ഖസ്റാക്കേണ്ട സ്ഥാനത്ത് പൂർത്തിയാക്കി നിസ്കരിച്ചു. ആളുകൾ ചൂടായി. ആളുകളാണ് സാധാരണക്കാരല്ല, വലിയ വലിയ മഹാന്മാരായ സ്വഹാബത്താണ്. അവര് ചോദിച്ച ചോദ്യം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ നിസ്കരിച്ചത് 2 റക്അത്താണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും 2 റക്അത്താണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളും നിസ്കരിച്ചത് ഈ മിനയിൽ 2 റക്അത്താണ്. നിങ്ങൾ എന്തേ 4 റക്അത്ത് നിസ്കരിച്ചു? ആളുകൾ വളഞ്ഞു. ഖലീഫനെ വളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ ആം സോറി, ക്ഷമിക്കണം, സംഭവിച്ചു പോയി. മാപ്പ് പറഞ്ഞു ആര്? ഖലീഫ. പക്ഷെ സംഗതി അവിടെ ശാന്തമായെങ്കിലും അദ്ദേഹത്തിനെ കൊല ചെയ്യാനുള്ള ഒരു കാരണം ഖവാരിജികൾ അന്ന് പുറത്ത് എടുത്ത കാരണം, ഒന്ന് മിനയിൽ വെച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളതാണ് ഈ തുടക്കം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എതിരാളികൾ ഉണ്ടാകുന്നതിന്റെ, ഖവാരിജികൾ രംഗപ്രവേശം ചെയ്യാനുള്ളതിന്റെ ഒരു കാരണം. വേറെയും കാരണമുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്: നിങ്ങൾ മിനയിൽ വെച്ചിട്ട് നബിയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ചെയ്തത് എതിരായിട്ട് ചെയ്തു. അതാണ് ഒരു കാരണം. അപ്പൊ മുൻഗാമികളുടെ പാത പിന്തുടരണമെന്ന് പറയുമ്പോ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മുടെ മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് കുല്ലുഹും അസ്വഹാബത്ത് കുല്ലുഹും ഉദൂലുൻ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബാക്കൾ മുഴുവനും നീതിമാനികളാണ്. അവരിൽ ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗികളാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. ആരോട് പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗികളാകും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിവ് കൂടുതലുള്ളവരുണ്ടാവാം, അറിവ് കുറഞ്ഞവരുണ്ടാവാം. പക്ഷെ ആരോട് പിൻപറ്റിയാലും നിങ്ങൾ നേർവഴി പ്രാപിക്കുമെന്ന് പറഞ്ഞതാരാ? മുത്ത് റസൂലുള്ളാഹിയാണ്. ആ സ്വഹാബത്തിന് അംഗീകരിക്കാത്ത ഒരാൾക്ക്, ആ സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റാത്ത ഒരാൾക്ക് ശരിയായ മാർഗത്തിൽ ചരിക്കാൻ സാധ്യമല്ല. പിന്നെ ഫാത്തിഹയിൽ വെച്ചിട്ട് നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇഹ്ദിനസ് സിറാത്തുൽ
സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ നേരായ വഴിയിലൂടെ എന്നെ നീ സഞ്ചരിപ്പിക്കണമെന്നാണ് അതിൽ പറയുന്നത്. ഏതാണ് നേരായ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണം. ആരാണ് അനുഗ്രഹിച്ചവർ? അത് വേറെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരാരാണ്? മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അവരുടെ മാർഗം പിൻപറ്റണം. അവര് കാണിച്ചു തന്ന മാതൃക അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ശരിയായ റൂട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. അപ്പൊ സ്വഹാബത്ത്, ഖുലഫാഉർ റാഷിദീങ്ങൾ അടക്കം അവരൊക്കെ നമ്മൾ അംഗീകരിക്കണം. അവര് ദീനിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധ ദീനിനെതിരായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. അള്ളാന്റെ റസൂൽ നമ്മൾക്ക് അവരെ പറ്റി പറഞ്ഞതാണ്, അവർ നീതിമാനികളാണ്. അവരിൽ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും പിൻപറ്റാം. നിങ്ങൾ പേച്ചു പോവില്ല, നിങ്ങൾ നേർവഴിയാകും. അതുകൊണ്ട് ആ മഹാന്മാരായ സ്വഹാബത്ത്, അതിന്റെ ശേഷം താബിഈങ്ങൾ, അതിനുശേഷം താബിഉ താബിഈങ്ങൾ, ഇങ്ങനെ നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, അവരെ വളരെ കൃത്യമായി പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകൾക്ക് മുഴുവനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ മാതൃകയിലൂടെ ചലിച്ചവരല്ലാത്ത മറ്റുള്ളവരൊക്കെയും പേച്ചവരാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാഹീൻ, അല്ലാഹുവിന്റെ ദേഷ്യത്തിന് പാത്രമായവർ, പേഴ്ച്ചുപോയവർ, അതിലെല്ലാം ഈ മുസ്തഖീമായ വഴിയിലുള്ള അല്ലാത്ത മുഴുവൻ ആളുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, അത്തരം ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ. യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആശയാദർശങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അതനുസരിച്ച് ഇബാദത്ത് എടുക്കാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനും നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യണം തമ്പുരാനെ.